ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പി കെ അഹമ്മദ് സാഹിബ്, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തുടങ്ങിയ വേദിയിലുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. വെരി വാം ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് പറയുക, എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെങ്കിലും ആദ്യമൊന്നും മനസ്സൊക്കെ വല്ലാതെ പിടിച്ചിട്ടില്ലെങ്കിലും തുടർഭരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് പിണറായി വിജയൻ നന്നായി നിൽപ്പിക്കാകണം പച്ചയിൽ പറയാൻ വയ്യ. പക്ഷെ വന്ന സ്ഥിതിക്ക് ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാൻ സാധിച്ചതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. മുമ്പേ ആകണ്ടിയിരുന്നു എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഏതായാലും ഒന്നും എന്താണ് പറയുക, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അദ്ദേഹമായി പറഞ്ഞ കൂട്ടത്തിൽ പറയാം, ഞങ്ങളൊന്നിച്ച് പണമിടപാട് നടത്തിയിട്ടുണ്ട്. ഞാൻ പൈസ കൊടുത്തതല്ല, കൈരളിക്ക് വേണ്ടി പണം പിരിച്ചതാണ്. അതുപോലെ തന്നെ അദ്ദേഹമായി യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ ഇത് രണ്ടും മതിയെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ പണം പിരിച്ച പണമൊക്കെ കണക്കുണ്ട്, എല്ലാവർക്കും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ആ സാധനം ഇപ്പം നിലവിലും ഉണ്ട്, നമുക്ക് പറ്റിയല്ലെങ്കിലും. പക്ഷെ അന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നോട്, രാഷ്ട്രീയമായി എതിർചേരിയിലാണെങ്കിലും വർഗീയ ഫാഷിസ്റ്റ് ശക്തികളെ എതിർക്കുന്ന കാര്യത്തിൽ നമ്മളൊന്നാണ്. അത് ഇന്നും കൈരളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിയായ സന്തോഷവും അദ്ദേഹം തന്ന ആ വാഗ്ദാനം ഇന്നും അദ്ദേഹം അതിൽ വളരെയധികം ശുഷ്കാന്തിയോടുകൂടി അനുവർത്തിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് വളരെ ശക്തമായി ജോൺ ബ്രിട്ടാസിനോടൊക്കെ പറഞ്ഞത് വന്നിട്ടുള്ള അധികാരമൊന്നും കുറച്ചേ വന്നിട്ടുള്ള തുടക്കത്തിൽ. ഇന്നെന്ന് പറയാനുള്ളത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരനുഭവം ഞാൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കാം. കാരണം ഇപ്പം അത്യാവശ്യമാണ്. കാരണം മൂപ്പരിപ്പം മുഖ്യമന്ത്രിയാണ്. പണ്ട് മൂപ്പര് അടിയന്തരാവസ്ഥ കാലത്തിൽ ഇപ്പം അറിയാലോ, കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കിട്ടുന്നതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിന് പല ചികിത്സയും ചെയ്ത് ശരിയായില്ല. അവസാനം ആയുർവേദ ചികിത്സ നടത്തിയ വല്ല ഒഴിച്ചിലുമായിട്ടുള്ള സംഗതി പ്രത്യേക ഒരാളുണ്ട് എന്നൊരാൾ പറഞ്ഞപ്പം അത് തിരക്കേടുള്ളതെന്ന് വെച്ചാൽ മുപ്പരെ ചെയ്ത സമയത്ത് അങ്ങനെ കുറേ സുഖം കിട്ടി. പിന്നീടാണ് അദ്ദേഹം 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയാണ്. അന്ന് അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയാക്കും ആർക്കും ചെയ്യൂല എന്നല്ല, എല്ലാം കറക്റ്റേ ചെയ്യുള്ളൂ, വഴിവിട്ട് ചെയ്യൂല എന്നൊക്കെ ഉള്ള കർശനമായ ആളാണല്ലോ. സ്വഭാവമൊക്കെ അങ്ങനത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പലതിലും. അപ്പം അത് പ്രകാരം ഒരാൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, നേരിട്ട് എന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പെട്ടെന്ന് കണക്ഷൻ വേണം എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്. ആദ്യത്തെ മറുപടി കർക്കശക്കാരനായ നമ്മളൊക്കെ ഒരു ഭാഗം കണ്ടിരുന്ന പിണറായി ഉണ്ടല്ലോ, മനോരമൻ്റെ ഭാഷ മിന്നൽ പിണറായി. അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ ഒരാക്കം ചെയ്യാൻ പറ്റില്ല, ഞാൻ മന്ത്രിയാണ്, ഞാൻ വഴിക്ക് ചെയ്യില്ല, വഴിക്ക് വരുമ്പോൾ ചെയ്യുന്നു. അപ്പം അദ്ദേഹം ഒരു മറുപടിയാണ് പറഞ്ഞത്, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഇത് ഞാനന്ന് ജയിലിൽ ചെയ്തിട്ടില്ല, അങ്ങനെ ഞാനും അങ്ങനെ തീരുമാനിച്ചത് നിങ്ങൾക്ക് എന്നാ ഒഴിച്ചിൽ കിട്ടൂലായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം നിയമത്തിന്റെ പുസ്തകത്തിന്റെ വഴി കൂടെ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാതിരിക്കാൻ, ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയുള്ളൂ, ചെയ്യാതിരിക്കാൻ എങ്ങനെയെന്ന് ആലോചിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ല, എങ്ങനെ ചെയ്തു കൊടുക്കുമെന്നുള്ളതല്ല. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ ഇനിയും തൻ്റെ മുന്നിൽ വരുന്ന സംഗതികളിൽ ചില കർക്കശമായ, നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ എനിക്കറിയില്ല, പ്രത്യയശാസ്ത്രങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യന് ഉപകാരം ചെയ്യുന്ന സംഗതി പെട്ടെന്ന് തീരുമാനിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്നാണ് മുന്നിൽ വരുന്ന സംഗതി. ചിലപ്പോൾ ഇതേമാതിരി ചില ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് വിട്ടിട്ട് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ പൊതു നന്മ കണക്കുകൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ പഴയമാരല്ല വളരെ മാറിയിട്ടുണ്ട്, അനുഭവങ്ങളൊക്കെ ഉണ്ട് തന്നെയുണ്ട്. അധികാരം കിട്ടിയതിന് ശേഷം നിങ്ങൾ ജോലിക്കാരോട് അല്ലെങ്കിൽ സെക്രട്ടറി ജീവനക്കാരനോട് മുഴുവൻ പുനഃപ്രക്ഷേപണത്തിന് ഞാൻ കണ്ടു. അതൊക്കെ
വളരെ ഓപ്പണായിട്ട് തൻ്റെ സ്വന്തം യൂണിയൻകാരോട് അടക്കമുള്ള ആൾക്കാരോടാണ് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു മാറ്റം ഈ അടുത്ത 5 വർഷക്കാലം കൊണ്ട് ഇവിടെ നടക്കാൻ സാധിക്കും. അത് മാത്രം ചെയ്താൽ ഇവിടെ ഒന്നും ചെയ്യണ്ട, അങ്ങനെ അവരൊക്കെ വർക്ക് ചെയ്യുക. പുതിയ കച്ചവടക്കാരുടെ കാര്യത്തിനാണ് അവിടെ പറയണ്ടേ, എൻ്റെ കാര്യമൊന്നുമല്ല. ഞാൻ കച്ചവടക്കാരനും കൂടിയാണ് പൊളിറ്റിക്സിൻ്റെ പുറമെ. അപ്പോൾ അത് മലബാർ ചേംബർ ഓഫ് കമ്മ്യൂണിറ്റി അംഗം എന്നുള്ളതൊക്കെ പറയാം. എനിക്കപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു നോട്ടീസ് കിട്ടി, സെയിൽ ടാക്സ്. എന്താ നോട്ടീസ് തരുമോ? കഴിഞ്ഞ 8 കൊല്ലമായി അടച്ച എല്ലാ സെയിൽ ടാക്സും ഞങ്ങളാണ് ഏറ്റവും വലിയ സെയിൽ ടാക്സ് നേതാക്കളിലൊന്ന്, ഇൻഡസ് മോട്ടോഴ്സ്. അതിൻ്റെ 10% സർചാർജും പിന്നെ അതിൻ്റെ 8 കൊല്ലത്തെ ഇൻട്രസ്റ്റ് 12%, 100 കണക്കിന് കോടി രൂപ കാറ് വിറ്റിട്ട്. വേറെ കുറേയൊക്കെ അറിയാം. 10% ടോട്ടൽ ടാക്സിൻ്റെ. എന്താണിത് എഴുതി തരുന്ന ഉദ്യോഗസ്ഥൻ? എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? ഗവൺമെൻറ് സുഖിപ്പിക്കാനാണോ ഡിമാൻഡ് അയക്കുന്നത്? അതിന് നമ്മളിനിപ്പോൾ എത്ര കൊല്ലം അതിന് കഷ്ടപ്പെടുന്നു? അപ്പീൽ പോയ എത്ര %? ഇവിടെ കൊടുക്കണമെങ്കിൽ 20%. പൈസ കൊടുക്കണം ആ 100 കോടിയുടെ. എന്നിട്ട് വേണം അപ്ലൈ ചെയ്തിട്ട് 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ ഒരു അവാർഡ് വരും. അന്ന് തെറ്റിപ്പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ മടക്കി കൊടുക്കണം. ആ പൈസ മുടക്കി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇനി വേറെ ആൾക്കാർക്ക് പലരും ഉണ്ട് ഇവിടെ. 5-6 കൊല്ലമായിട്ട് കിട്ടാൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ സർക്കാർ ഓഫീസർമാർ ഗവൺമെൻറ് സുഖിപ്പിക്കാനോ ടാക്സ് നമുക്ക് വരുമാനം വേണമെന്ന് പറയുമ്പോൾ ഉടനെ ഡിമാൻഡ് നോട്ടീസ് അയക്കുന്ന സ്വഭാവം നമ്മുടെ ഈ പണ്ട് മുതലേ ഉണ്ട്, എല്ലാ ഗവൺമെൻറ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് ഇതുപോലുള്ള സംഗതികൾക്ക് ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തിയാൽ മാത്രമല്ല, ഇതുപോലുള്ള തീരുമാനം എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ ശിക്ഷിക്കാനുള്ള നടപടി എങ്ങനെയെങ്കിലും ഉണ്ടാകണമെന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഇതുപോലുള്ള കാര്യത്തിൽ കഷ്ടപ്പെടുന്ന വ്യാപാരികൾ കള്ളന്മാരായിട്ടാണ് കണക്കൂട്ടുന്നത്. നമ്മളൊക്കെ വെറും കച്ചവടക്കാരൊക്കെ കള്ളന്മാരാണ് എന്നുള്ള, കള്ളന്മാരില്ല എന്നല്ല, എല്ലാവരെയും വരെയും. അതേമാതിരി വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പോൾ എല്ലാം കുഴക്കാരാണ്. കുഴയില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. പിണറായി വിജയൻ സഖാവെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ്. അതുകൊണ്ട് കള്ളത്തരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മര്യാദയ്ക്ക് നടക്കുന്നവരെ പ്രത്യേകം കണക്കിലെടുക്കണം എന്ന് കൂടി അവസരത്തെ അഭ്യർത്ഥിച്ചുകൊണ്ടും, അദ്ദേഹത്തിന് ആയുരാരോഗ്യവും അദ്ദേഹത്തിന് ഭരണത്തിൽ തുടക്കം വളരെ ഉഷാറായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ട്, ഞാൻ മാത്രം പറഞ്ഞു, പിന്നെ പറ്റി പറഞ്ഞ ആളെ അങ്ങനെ ആക്കണ്ട. എല്ലാവരും പറഞ്ഞു തുടക്കം നല്ല ഉഷാറായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പേരിലാണെങ്കിലും ഞാൻ ആദ്യമേ കച്ചവടക്കാരനെണ്ണം കൂടി പറഞ്ഞിട്ടേ നിങ്ങളെ മാതിരി തന്നെ, അതായത് BKSന്റെ മാതിരി തന്നെ എല്ലാവിധ ഭാവങ്ങളും നേർന്നതോടൊപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ മാനുഷിക മൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഒരു കരുതൽ, ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഭാഷയിൽ പറഞ്ഞു, കരുതൽ കൂടി ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗത്തിൽ എല്ലാ ഭാവങ്ങളും നേർന്നു ചെയ്യും.